We are deeply honored to welcome Padma Shri Dr. G. Shankar, India's renowned architect, humanitarian, and widely acclaimed as the People's Architect. Founder of the Habitat Technology Group, he is a pioneer of sustainable, eco friendly, and cost effective architecture dedicated to creating affordable housing and disaster resilient communities. A recipient of the Padma Shri, he has made remarkable contributions to the industry, earning national and international recognition. Ladies and gentlemen, please join me in welcoming our esteemed chief guest, Padma Shri Dr. G. Shankar. Welcome, sir. സർ സോഹൻ റോയ്, പ്രിയ സ്നേഹിതരെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇത്രയും ദൂരം മാറി ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. നമ്മൾക്കെല്ലാം അറിയാവുന്നതുപോലെ വാസ്തുശില്പ രംഗവും നമ്മളുടെ സിവിൽ എഞ്ചിനീയറിംഗ് രംഗവും സാധാരണമായിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോകം മുഴുവൻ നഗരവൽക്കരിക്കപ്പെടുകയാണ്. ഏർബനൈസേഷൻ ഈസ് ഹാപ്പനിങ് അറ്റ് എ പേസ് വിച്ച് അൺഇമാജിനബിൾ, അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ, കേരളത്തിൽ തന്നെ ഗ്രാമങ്ങളുണ്ടായിരുന്നു, നഗരങ്ങളുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂമികയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഭൂമികയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ലോക ചരിത്രത്തിൽ, ഞാൻ ഒരു കാര്യം പറയട്ടെ, കേരളത്തിൽ മാത്രമാണ് ഒരു നൂലിൻ്റെ ഇഴ പോലെ ഈ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ചെറുപട്ടണങ്ങളുടെയും വലിയ പട്ടണങ്ങളുടെയും നീണ്ട നിരയുള്ള ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് പാറ്റേൺ, ലോകത്ത് ഒരിടത്തും കാണാത്ത ഹ്യൂമൻ സെറ്റിൽ പാറ്റേണാണ് കേരളത്തിൽ പണ്ട് തൊട്ടേ ഉള്ളത്. നിങ്ങൾക്കറിയാം, ഈ കൊച്ചു ഭൂമിയിൽ നമുക്കറിയാം, ഒരു ഭാഗത്ത് മലയും ഒരു ഭാഗത്ത് കടലുമുള്ള ഈ കൊച്ചു ഭൂമിയിൽ ജനസാന്ദ്രത ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഹയസ്റ്റ് ഇൻ കേരള എമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. അപ്പം ഈ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് നമുക്കറിയാം പട്ടണങ്ങൾ വരാതിരിക്കാൻ കഴിയില്ല. ഈ പട്ടണങ്ങൾ ചെറുപട്ടണങ്ങൾ വലിയ പട്ടണങ്ങളാവുകയും വലിയ പട്ടണങ്ങൾ നഗരങ്ങളാവുകയും നഗരങ്ങൾ വൻ നഗരങ്ങളാവുകയും ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇന്ത്യയിലെ പൊതുവായിട്ട് സ്ഥിതി അതല്ല. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 50 വർഷം മുമ്പ് 20% ഭൂമിയേ ഉണ്ടായിരുന്നുള്ളൂ നഗരവൽക്കരിക്കപ്പെട്ടത്. 20% ഭൂമി എന്ന് പറയുന്നത്, ഞാൻ കാണുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഏതായാലും 2050 2060 ആകുമ്പോഴേക്കും 100% നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു ഭൂമിയായിട്ട് മാറുകയാണ്. നഗരവൽക്കരണം ഈസ് എ പ്രോമിസ്. നമുക്കൊരുപാട് വാഗ്ദാനങ്ങൾ തരുന്ന നഗരവൽക്കരണം സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നഗരത്തിലേക്ക് ജനങ്ങൾ കുടിയേറുന്നത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. എന്തിനാണ് നമ്മൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഈ നഗരങ്ങളിലേക്ക് കുടിയേറുന്നത്? എന്തിനാണ്? അവസരങ്ങൾക്ക് വേണ്ടിയാണ്. ഇൻ സെർച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന്, in search of social opportunities, in search of cultural opportunities, in search of livelihood opportunities, in search of educational opportunities, in search of health opportunities, better health care. ഇതിനു വേണ്ടിയാണ് എപ്പോഴും നമ്മളെല്ലാവരും ഒരുപോലെ താമസിച്ചിരുന്ന ഈ ചെറിയ പട്ടണങ്ങളിൽ നിന്നും വലിയ പട്ടണങ്ങളിലേക്ക് നമ്മൾ കുടിയേറുന്നത്. കാരണം വലിയ പട്ടണങ്ങളിൽ എന്താ ഉള്ളത്? അഡിക്വേറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആർ ദെയർ, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സൗകര്യമുണ്ട്, അങ്ങനെ ഒരുപാട് സൗകര്യം. അപ്പം ഈ സൗകര്യങ്ങൾക്ക് മാത്രമല്ല, ജീവനോപാധികൾ ഏറ്റവും കൂടുതൽ നഗരങ്ങളിലാണ്. നഗരങ്ങളിൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ, ജീവിക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഈ നഗരവൽക്കരണം കനോട്ട് ബി റിവേഴ്സ്ഡ്. ഈ urbanization, മൈഗ്രേഷൻ ടു ദി സിറ്റീസ് കനോട്ട് ബി റിവേഴ്സ്ഡ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞങ്ങളെപ്പോലെ ഈ പ്രത്യേകിച്ച് ഒരു പ്രത്യേക മേഖലയിൽ സസ്റ്റൈനബിൾ ആർക്കിടെക്ചറിൽ നിൽക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് വേദനയും വെല്ലുവിളികളുമുണ്ട്. എന്താണെന്നറിയാമോ? urbanization is happening at an amazing pace. ഞാൻ ഇന്നലെ നമ്മൾ ഫുട്ബോൾ കണ്ട പരാഗ്വേ എന്ന് പറഞ്ഞ രാജ്യം കണ്ടില്ലേ? ഈ ക്വാർട്ടർ ഫൈനലിൽ ഈ നോക്കൗട്ട് എത്തുന്നതിന് മുമ്പ് പോയ ഉറുഗ്വായ് എന്നുള്ള രാജ്യം കണ്ടു. ഈ ഉറുഗ്വായ്, പരാഗ്വായ്, അർജൻറ്റീന, ബ്രസീൽ, ഇന്ന് കളിക്കാൻ പോകുന്ന അർജൻറ്റീന ഉൾപ്പെടെയുള്ള ബ്രസീൽ ഉൾപ്പെടെ രാജ്യങ്ങൾ, അവിടെയാണ് സുഹൃത്തുക്കളെ ഏകദേശം 100% അടുത്തെത്തുന്ന അർബനൈസേഷൻ അവിടെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ 90% ഓഫ് ദി ഏരിയാസ്, ബ്രസീൽ, അർജൻറ്റീന, ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, പരാഗ്വായ്, ഉറുഗ്വായ്, സബ് സഹാറൻ കൺട്രീസ് ലൈക്ക് എത്യോപ്യ, അതൊക്കെ കഷ്ടമാണ്. എത്യോപ്യ, സൊമാലിയ, ഈ സബ് സഹാറൻ ഒരു കോണ്ടിനെൻ്റ് എന്ന് പറയും. അവിടെയൊക്കെയാണ് urbanization റീച്ച് 90%.
What does it mean? How does it impact architecture? How does it affect the urban fabric? It's something that needs to be contemplated. ഞാൻ പറയട്ടെ, ഒരു ഭാഗത്ത് നല്ല പ്രതീക്ഷയാണ്, ഒരു ഭാഗത്ത് നഗരവൽക്കരണം വലിയൊരു സ്വപ്നമാണ്. പക്ഷേ മറുഭാഗത്ത് അത് ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അവകാശങ്ങളുണ്ട്. നമുക്ക് കുടിവെള്ളം നമ്മുടെ അവകാശമാണ്, ഭൂമി നമ്മുടെ അവകാശമാണ്, ഈ താമസിക്കാൻ പറ്റിയ വീട് നമ്മുടെ അവകാശമാണ്. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറയാം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരങ്ങളെക്കാളും ഞാൻ അഭിമാനിക്കുന്നൊരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ ഹാബിറ്റാറ്റ് അജണ്ടയിൽ ഞാൻ കൊടുത്തൊരു നിർദ്ദേശം, ലോകത്തിൻ്റെ ഹാബിറ്റാറ്റ് അജണ്ടയിൽ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ചെയ്യുവാനായിട്ട് നിർബന്ധിതമായിട്ടുള്ള ഒരു അജണ്ടയിൽ ഒരു ക്ലോസ് ഉണ്ട്, 2 ക്ലോസുകൾ. അതിലൊന്ന്, ഞാൻ അന്ന് ഇന്ത്യൻ പ്രതിനിധി സംഘാംഗമായിട്ട് എത്ര വർഷങ്ങൾക്ക് 30 വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റാൻബൂളിൽ നടന്ന ഹാബിറ്റാറ്റ് 2 എന്ന ഐക്യരാഷ്ട്ര സമ്മേളനമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും അവസാനത്തെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള പാർപ്പിട സമ്മേളനത്തിനാണ് ഹാബിറ്റാറ്റ് 2 എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഈ പാർപ്പിട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു വിങ് ഉണ്ട്. നമുക്ക് സാധാരണ നമ്മൾ ബാക്കി അറിയാവുന്ന പോലെ UNDP, യുണിസെഫ് എന്നൊക്കെ അറിയുന്ന പോലെ UNCHS എന്ന് പറഞ്ഞൊരു വിങ് ഉണ്ട്. അത് യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് എന്ന ഡിവിഷനാണ്, നൈറോബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. അവരാണ് ഇതിൻ്റെ മുഖ്യ പ്രായോഗികർ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഈ 3-ാം ലോക രാഷ്ട്രങ്ങളും 1-ാം ലോക രാഷ്ട്രങ്ങളും ഡിവൈഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ്. ഞങ്ങൾ പറഞ്ഞു, ഒരു വാക്ക് വേൾഡ് ഹാബിറ്റാറ്റ് അജൻഡ ചേർക്കണമെന്ന്. എന്താണ് ആ വാക്ക്? ആ വാക്ക് അഡിക്വസി ഓഫ് ഹൗസിംഗ് എന്നുള്ളതാണ്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ മേശപ്പുറത്താണ് കേരളത്തിൻ്റെ ഹൗസിംഗ് പോളിസി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഏത് ഗവൺമെൻറ് വന്നാലും ഹൗസിംഗ് പോളിസി എഴുതുന്നത് എൻ്റെ മേശപ്പുറത്ത്, എൻ്റെ സ്വകാര്യമായിട്ട് മേശപ്പുറത്താണ് കേരളത്തിൻ്റെ ഹൗസിംഗ് ആൻഡ് ഹാബിറ്റാറ്റ് പോളിസി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, നമ്മൾക്ക് ഒരു വീടെന്ന് പറയുന്നത് ഒരു 4 ചുമരുകളല്ല സുഹൃത്തുക്കളെ. വീടെന്ന് പറയുന്നത് അവിടെയാണ് അഡിക്വസി ഓഫ് ഹൗസിങ്ങിൻ്റെ പ്രാധാന്യം വരുന്നത്. വൃത്തിയായിട്ടുള്ള ശൗചാലയം, വൃത്തിയായിട്ടുള്ള പാചക സ്ഥലം, ഈ ക്ലീൻ കുക്കിംഗ് സ്പേസ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്, അതില്ലാതെ വീടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനൊക്കില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരുമായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് പറയാം. പാവങ്ങളുടെ സർഗാത്മകത അതൊരിക്കലും അതുല്യമായിട്ട് സർഗാത്മക. അവർ കാർഡ്ബോർഡ് കഷ്ണങ്ങളും കടലാസും കൊണ്ട് അവർ സ്വപ്ന സൗധങ്ങളുണ്ടാക്കും. പക്ഷെ അവർക്ക് ഭൂമി വേണം, അവർക്ക് വൃത്തിയായിട്ട് അടുക്കളയും വൃത്തിയായിട്ടുള്ള ടോയ്ലറ്റും കൊടുക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ കർത്തവ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ടാണ് അഡിക്വസി ഓഫ് ഹൗസിംഗ് വേൾഡ് ഹാബിറ്റാറ്റ് അജൻഡ 1996 കൂട്ടിച്ചേർക്കേണ്ടി വന്നു. 1-ാം ലോക അവർ അമേരിക്കയും ജർമ്മനിയും ഫ്രാൻസൊക്കെ ഉൾപ്പെടുന്ന 1-ാം ലോക രാഷ്ട്രങ്ങൾ ഇതിനെ എതിർത്തു. അവർക്കറിയില്ല, അഡിക്വസി ഓഫ് ഹൗസിംഗ് എന്നുള്ള അറിയുന്നില്ല. ലോകത്തിൽ ഭൂരിഭാഗം ജനങ്ങളും ഈ തേർഡ് വേൾഡ് ഹൗസിങ്ങിന് വേണ്ടി നടക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ അഡിക്വസി ഓഫ് ഹൗസിംഗ് ചേർത്തു. ലോകത്തിൽ ആദ്യമായിട്ട് സസ്റ്റൈനബിലിറ്റി ഇൻ അർബനൈസിങ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞൊരു വാക്കുകൂടെ എഴുതി ചേർത്തു. സസ്റ്റൈനബിലിറ്റിയെ പറ്റി കേൾക്കാത്ത സമയം, സന്തുലിതാവസ്ഥയെപ്പറ്റി, സന്തുലിതമായിട്ടുള്ള ഒരു വ്യവസ്ഥയെപ്പറ്റി, ആവാസ വ്യവസ്ഥയെപ്പറ്റി സ്വപ്നം കാണുന്നതിന് മുമ്പ് ഞങ്ങൾ 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വേൾഡ് ഹാബിറ്റാറ്റ് എഴുതി ചേർത്തു. ഈ സസ്റ്റൈനബിലിറ്റി ഇൻ അർബനൈസിങ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർത്ത് അതെല്ലാം മാൻഡേറ്ററി ആയത് അങ്ങനെയാണ്. ഞാനിപ്പോഴും പറയുന്നത് ഏറ്റവും വലിയ ഒരു പ്രശ്നഭരിതമായിട്ടൊരു രംഗത്തൂടെ നമ്മൾ പ്രത്യേകിച്ച് ആർക്കിടെക്ചറും ഈ എഞ്ചിനീയറിംഗ് കടന്നു. ഒന്ന്, ടെക്നോളജിയുടെ വിസ്മയകരമായ വിസ്ഫോടനം. നമ്മൾ നേരത്തെ കണ്ടു തീർത്ത ആ ഫിലിമിൽ കണ്ടാൽ തന്നെ അറിയാം. ടെക്നോളജി അതിസൂക്ഷ്മമായിട്ടുള്ള വിസ്ഫോടനമാണ് നടക്കുന്നത്. അതെങ്ങനെ നമ്മുടെ സർഗാത്മകതയുമായിട്ട് കൂട്ടിച്ചേർക്കാമെന്നുള്ളതാണ് നിങ്ങൾ എൻ്റെ കഴിഞ്ഞു വരുന്ന നിങ്ങളുടെ തലമുറയിൽ നിങ്ങളെല്ലാം ആദരിക്കുന്നത് അവരെക്കൊണ്ടാണ്. നമ്മൾ ഈ ടെക്നോളജി സാവി ആയിരിക്കണം, അല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. നമ്മുടെ ടെക്നോളജി നമ്മൾ വരുതിക്കാത്ത നിർത്തണം, അതാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരുപാട് ടൂൾസ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം അറിയാം. അതെങ്ങനെയാണ് അതിനെ മിസ്യൂസ് ചെയ്യാതെ നമ്മുടെ ഇന്ത്യൻ ആർക്കിടെക്ചറുമായിട്ട്, ഇന്ത്യൻ ലെഗസി ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചറുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യയിൽ കിട്ടുന്ന നിർമ്മാണ വസ്തുക്കൾ കൊണ്ട്, ഇന്ത്യയിൽ കിട്ടുന്ന ഹ്യൂമൻ കേപ്പബിലിറ്റീസ്, ഞാൻ അഭിമാനപൂർവ്വം പറയുന്നത് ലോകത്ത് പലയിടത്തും ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ അതിർത്തിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു വാസ്തുശില്പി രാജ്യത്തിൻ്റെ അതിർത്തിയും വിട്ട് പല രാജ്യങ്ങളിലായിട്ട്, പല ഭൂഖണ്ഡങ്ങളിലായിട്ട് ജോലി ചെയ്തിട്ടുള്ളത്. അഭിമാനപൂർവ്വം പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. കേരളത്തിൽ 2 കാര്യങ്ങളെപ്പറ്റി എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. ഹ്യൂമൻ കേപ്പബിലിറ്റീസ്, ലോകത്തെ ഏറ്റവും മികച്ച ആശാരിമാർ, ഏറ്റവും മികച്ച പണിക്കാർ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഒസ്യത്തെയാണെന്ന് അഭിമാനപൂർവ്വം ഞാൻ പറയാം. കാരണം ആഫ്രിക്കയിലും യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഏഷ്യയുടെ മിക്ക ഭാഗങ്ങളിലും ജോലി ചെയ്യുന്ന എനിക്ക് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഏറ്റവും നല്ല പണിക്കാർ, കൈവിരലുകൾക്കകത്ത് പുണ്യമുള്ള പണിക്കാർ നമ്മുടെ നാടിൻ്റെ
അഭിമാനമാണ്. അതുകൊണ്ട് നമ്മുടെ ആശാരിമാരുടെയൊക്കെ സ്കിൽ ടീം ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്കൊക്കെ ഇപ്പം നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. നമുക്ക് നിങ്ങളൊക്കെ പഠിച്ചാണ് ഈ ട്രിഗണോമെട്രിയൊക്കെ, ഈ കോസ് തീറ്റ സൈൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്കെഴുതി കൂട്ടാം. കണക്കില്ലാതെ ഈ കൂട്ടുന്ന എങ്ങനെയാണ് തടിയുടെ കൂരകൾ കൂട്ടുന്ന വിസ്മയകരമായിട്ടുള്ള മാത്തമാറ്റിക്കൽ പെർസെപ്ഷൻസ് ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ വെർനാക്കുലർ ആർക്കിടെക്ചറിനെ പറ്റി തനത് വാസ്തുശില്പത്തെപ്പറ്റി അഭിമാനപൂർവ്വം ഞാൻ പറയുന്നുണ്ട്. കാരണം ഞാൻ ഈ കണ്ടയാളാണ്. നമ്മുടെ ഇത്രയും കാലാവസ്ഥയുമായിട്ട് പ്രതികരിക്കുന്ന നമുക്ക് തണുപ്പുള്ള വീട് നമുക്കറിയുന്നത് പഴയ വീടാണ്, നമുക്കറിയാം. നമ്മുടെ അമ്മയുടെ വീടൊക്കെ, നമ്മുടെ അമ്മൂമ്മയുടെ വീടൊക്കെ എന്ത് തണുപ്പായിരുന്നു അതിനകത്ത്. തണുപ്പെന്ന് പറയുന്നത് കരുതലും ജാഗ്രതയുമാണെന്ന് തിരിച്ചറിയുന്നത് ഈ വർത്തമാനകാലത്താണ്. അങ്ങനെയുള്ളൊരു വീടിൻ്റെ നിർമ്മാണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ലെഗസി ഓഫ് ഇന്ത്യാസ് വെർനാക്കുലർ ആർക്കിടെക്ചർ വൺ സൈഡ്, കേരളാസ് വെർനാക്കുലർ ആർക്കിടെക്ചർ, മോസ്റ്റ് പ്രൊഫൗണ്ട് സ്റ്റൈൽ ഓഫ് വെർനാക്കുലർ ആർക്കിടെക്ചർ. ഞാൻ എടുത്ത അഭിമാനത്തോട് പറയുന്നത് കേരളത്തിൻ്റെ വെർനാക്കുലർ തനത് വാസ്തുശില്പകല ലോകത്തിലേക്ക് മികച്ചതാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ലോകത്തിലേക്ക് മികച്ച വാസ്തുശില്പകല നമ്മുടെ സ്വന്തം ഒസ്യത്താണ്, നമ്മുടെ ബുദ്ധിയാണത്. അതേപോലെ തന്നെ നമ്മുടെ ഭൂമി, അതിലാണ് നമ്മളെപ്പോലുള്ളവർക്ക് വലിയ വേദന. കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ഒരു ഭൂപ്രകൃതിയാണ്, അത് നമ്മൾ നശിപ്പിക്കുന്നു നമ്മൾ തിരിച്ചറിയണം. ഞാൻ എല്ലാവരും എന്നെ എതിർക്കും, എനിക്ക് പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കാലാവസ്ഥ വ്യതിയാനത്തിന് ആരാണ് ഉത്തരവാദി? വി, the fraternity of architects and engineers, we are primarily responsible for the climate change of this country. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഐ എം മേക്കിംഗ് എ ബ്രൂട്ടൽ സ്റ്റേറ്റ്മെൻറ്റ്. വി ആർ പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദി ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദിസ് കൺട്രി. നമ്മുടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായപ്പം, 2019 തുടർച്ചയായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായപ്പം, 2025 ഇവിടുത്തെ ചൂരൽമല ഉണ്ടായപ്പം നമ്മൾ പകച്ചു നിന്നു. പക്ഷേ ഇതിന് കാരണം എന്താണ് നമ്മൾ ഒരിക്കൽ പോലും പരിശോധിച്ചില്ല. കേരളത്തിൽ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ്. ഞാൻ അതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ നാടാണ് നമ്മൾ. ദൈവം തന്ന ഭൂമി വികലപ്പെടുത്തുവാൻ നമുക്കാർക്കും അവകാശമില്ല. വി ഡോണ്ട് ഹാവ് ദി മാൻഡേറ്റ്. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ജൈവ വാസ്തുശില്പ കലയുണ്ട്. എന്താണത്? ദി ബിൽഡിംഗ് ഷുഡ് ബിലോങ് ടു ദി സൈറ്റ് എന്ന് പറയും. ഈ ബിൽഡിംഗ് അതാരാ പറഞ്ഞതെന്നറിയാമോ? ഒരു അമേരിക്കൻ ആർക്കിടെക്റ്റാണ്, ഫ്രാങ്ക് ലോയിഡ് റൈറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ പെരുന്തച്ഛൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഫ്രാങ്ക് ലോയിഡ് റൈറ്റ് എന്ന് പറയുന്നൊരു ആർക്കിടെക്റ്റ് ഉണ്ട്. ന്യൂയോർക്കിലെ ഗഗനി മ്യൂസിയം ഉൾപ്പെടെയുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഓർഗാനിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു കെട്ടിടം വെക്കുന്നത് സ്ഥലത്തിൻ്റേതാവണം. എ ബിൽഡിംഗ് ഷുഡ് നോട്ട് ബി ഓൺ എ മൗണ്ടൻ, ഇറ്റ് ഷുഡ് ബി ഓഫ് എ മൗണ്ടൻ എന്ന് പറഞ്ഞത് ഓർഗാനിക് ആർക്കിടെക്ചറിൻ്റെ തലതൊട്ടപ്പനായിട്ടുള്ള ഫ്രാങ്ക് ലോയിഡ് റൈറ്റ് എന്ന് പറയുന്ന മനുഷ്യനാണ്. കേരളത്തിൽ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കേരളത്തിൽ മലമ്പ്രദേശങ്ങളുണ്ട്, കേരളത്തിൽ ഇടനാടുകളുണ്ട്, കേരളത്തിൽ അതേപോലെ ദീർഘമായിട്ടുള്ള തീരപ്രദേശമുണ്ട്. ഈ ഭൂപ്രകൃതിക്ക് അനുസരണമായിരുന്നു ഈ കഴിഞ്ഞ 30-40 വർഷം മുമ്പ് വരെ കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാം ഇടിച്ച് നിരത്തുക, വെട്ടി നിരത്തുക എന്നൊക്കെ പറയുന്നത് ക്രൂരമായിട്ടുള്ള ഭാഷാ പ്രയോഗമാണെന്നറിയാം. പക്ഷേ വെട്ടി നിരത്തിൽ നടക്കുകയാണ്. അതിൻ്റെ ബാക്കി പത്രമാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വയനാടുണ്ട് വെള്ളപ്പൊക്കമല്ല സുഹൃത്തുക്കളെ, വെള്ളപ്പൊക്കമല്ല വയനാടിനെ നശിപ്പിച്ചത്. ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പണ്ട് ഉത്തരാഖണ്ഡിൽ വലിയ ഹിമപാതം ഉണ്ടായപ്പം, അവിടെ തകർന്നപ്പം ആദ്യത്തെ രാജ്യത്ത് എന്നെയാണ് വിളിച്ചത്, സംസ്ഥാന സർക്കാർ എന്നെയാണ് വിളിച്ചത്. ഞാൻ ഈ ഹെലികോപ്റ്ററിൽ ആ തകർന്ന ഭൂമിയിൽ ഒരു റോഡില്ല, കംപ്ലീറ്റ് തകർന്നു. ഡെറാഡൂൺ, ഹരിദ്വാർ തുടങ്ങിയുള്ള ഏരിയയിൽ. അപ്പോൾ ഉത്തരാഖണ്ഡിലെ കംപ്ലീറ്റ് തകർന്ന സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ പോയിട്ട് താഴെ ഇറങ്ങി വന്ന് എന്നെ അവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രി, നമുക്കറിയില്ലല്ലോ, വിജയ് ബഹുഗുണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉത്തരാഖണ്ഡിൽ ആ അതിഭീകരമായിട്ട് പ്രളയകാലത്ത്. വിജയ് ബഹുഗുണ എന്നെക്കൊണ്ട് കാറി കയറ്റി. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 10 മിനിറ്റ് ഞാൻ സംസാരിച്ചു. എന്നിട്ട് ഹെലികോപ്റ്ററിൽ പോയി ഞങ്ങൾ സ്ഥലം കണ്ടു. തിരിച്ചിറങ്ങുന്നു. എല്ലാ ദിവസവും നമ്മുടെ കോവിഡ് സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി പത്രമാധ്യമങ്ങളുമായിട്ട് സംസാരിക്കുമായിരുന്നല്ലോ. ഉത്തരാഖണ്ഡ് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന സമയമാണ്. ഇദ്ദേഹം എന്നോട് കാറി കയറ്റി ഒരു ഇൻ്റർനാഷണൽ പ്രസ്സിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇൻ്റർനാഷണൽ പ്രസ് ഒരു 150 ലോകത്തിലെ ഞാൻ കേൾക്കാത്ത ചാനലുകളല്ല, CNN ഒക്കെ നമുക്ക് അറിയാവുന്ന ചാനൽ, BBC തുടങ്ങി നമുക്ക് അറിയാവുന്ന ചാനൽ, ഇതുപോലെ 150 വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള TV ചാനലിന് മുമ്പിൽ എന്നെ കൊണ്ടിരുത്തിയിട്ട് അദ്ദേഹം പറയാണ്, ഇദ്ദേഹമാണ് ഈ ഉത്തരാഖണ്ഡിനെ പുനർനിർമ്മിക്കാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരാഖണ്ഡിനെ പറ്റി വലിയ പണ്ടെങ്ങാണ്ടൊക്കെ പോയിട്ടുള്ളതെന്നല്ലാതെ അതിൻ്റെ ഭൂമിയെപ്പറ്റി അറിയില്ല. എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്.
എനിക്ക് വലിയ പിടിയില്ല. ഉത്തരാഖണ്ഡിൽ നടന്ന കാര്യം ഞാൻ കണ്ടു. ഈ പാറ വലിയൊരു ശിവപ്രതിമയൊക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഒഴുകി പോകുന്ന കാഴ്ചകൾ കണ്ടു. തകർന്ന ഭൂമിയെ കണ്ടു. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ലോകത്തെമ്പാടുമുള്ള തകർന്ന ഭൂമികളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഏറ്റവും അവസാനം സൗത്ത് അമേരിക്കയിലെ ഹെയ്ത്തിയിൽ അവിടെ റീഹാബിലിറ്റേഷൻ്റെ ആ സംഘത്തിലെ അംഗമായിരുന്നു. ഞാൻ നേപ്പാളിലും ഈ മനുഷ്യനിർമ്മിത കൂട്ടക്കുരുതി നടക്കുന്ന പാലസ്തീനുമൊക്കെ ഐക്യരാഷ്ട്രസഭയുടെ സംഘ തലവനുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉത്തരാഖണ്ഡിൽ പോയിട്ട് ഈ പെട്ടെന്ന് മീഡിയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സത്യം ദൈവത്തെ വിളിച്ചുപോയി. എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും പേര് ക്യാമറ വെച്ച് എൻ്റെ തലയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു, ക്യാൻ യു ഗിവ് അസ് എ വൺ-ലൈനർ സ്ട്രാറ്റജി ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ഉത്തരാഖണ്ഡ്? BBC-യിലെ പത്രലേഖകൻ എന്നോട് ചോദിക്കുകയാണ്, ക്യാൻ യു ഗിവ് മീ എ വൺ-ലൈനർ സ്ട്രാറ്റജി ടു റീഹാബിലിറ്റേറ്റ്? സത്യം പറഞ്ഞാൽ നാക്കിറങ്ങിപ്പോയി. എനിക്ക് ശ്വാസം എടുത്തി പോകും. വൺ-ലൈനർ സ്ട്രാറ്റജി. ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു പക്ഷേ പറയുമായിരിക്കും ഒരു വൺ-ലൈനർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഞാൻ പക്ഷേ മനസ്സിൽ കരുതി, ഞാൻ ഈ ഭൂമിയിൽ നടക്കുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, തകർന്ന ഭൂമിയിലും തകർന്ന ജനതയുടെയും കൂടെ കൈപിടിച്ച് നടക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അത് വലിയൊരു ആത്മവിശ്വാസമാണ്. ദുരന്തത്തിൽ കൂടെ പഠിച്ചൊരു ആത്മവിശ്വാസമാണ്. ഞാൻ പറഞ്ഞു, ലുക്ക്, ദിസ് എ ഹോളി ലാൻഡ്. ഉത്തരാഖണ്ഡ് ഈസ് എ ഹോളി ലാൻഡ്. സോ യു ഹാവ് ടു ട്രെഡ് ഓൺ ഇറ്റ് സോഫ്റ്റ്ലി. പതുക്കെ ചവിട്ടുന്നത് പതുക്കെ ആവാമോ. ട്രെഡ് ഓൺ ഇറ്റ് സോഫ്റ്റ്ലി എന്ന് പറഞ്ഞു. ദിസ് എ ഹോളി ലാൻഡ്. നമ്മൾ സാധാരണ ഒരു പുണ്യഭൂമിയിൽ പോകുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് ദൈവത്തെ വിശ്വസിച്ചല്ലേ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞു, ഉത്തരാഖണ്ഡ് ഇസ് എ ഹോളി ലാൻഡ്, ഏറ്റവും ട്രെഡ് ഓൺ ഇറ്റ് സോഫ്റ്റ്ലി എന്ന് പറഞ്ഞു. ഉടനെ BBC അന്താരാഷ്ട്ര സമൂഹമാണ്, അവർക്ക് ഇന്ത്യയെ പറ്റി വലിയ പിടിയൊന്നുമില്ല. വാട്ട് യു മീൻ ബൈ ഹോളി ലാൻഡ്? നമ്മൾ ലുക്ക് അറ്റ് ഹിമാലയൻ ജിയോളജി. പിന്നെ ഒരു വാതിൽ തുറന്നു, പിന്നെ അടുത്ത വാതിൽ തുറക്കാൻ എളുപ്പമാണ്. ലുക്ക്, വാട്ട് യു മീൻ ബൈ ഹോളി ലാൻഡ്? ഞാൻ പറയും, ലുക്ക് അറ്റ് ഹിമാലയൻ ജിയോളജി. ഹിമാലയൻ ജിയോളജിക്ക് ഒരു പ്രധാന പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ അവിടെ ഈ നമ്മുടെ നാട്ടിലുള്ള ക്ലേ ഇല്ല, ചെളിയില്ല. ഹിമാലയൻ ജിയോളജിക്ക് മണലുണ്ട്, പാറയുണ്ട്, മണലുണ്ട്, പാറയുണ്ട്, മണലുണ്ട്, പാറയുണ്ട്. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്ലേ എന്ന് പറയുന്ന കണ്ടൻറ്റോ സിൽട്ട് എന്ന് പറയുന്ന കണ്ടൻറ്റോ ഇല്ല. നമുക്കറിയുന്ന മണ്ണിന് 4 ഘടകങ്ങളാണ്. സിൽട്ട്, ക്ലേ, ഗ്രാവൽ, അങ്ങനെയല്ല, സാൻഡ് എന്ന് പറയുന്ന 4 ഘടകങ്ങളായിട്ടാണ് നമ്മൾ മണ്ണ്. ഇതിനകത്ത് ക്ലേ ഇല്ല. ക്ലേ ഇല്ലെങ്കിൽ മണ്ണ് എങ്ങനെ ഇരിക്കും? അപ്പം ഇത് തമ്മിൽ ബൈൻഡ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ഹിമാലയൻ ജിയോളജി ഭാഗ്യത്തിൻ്റെ ഒരു നാക്കിൽ വന്ന് ഒത്താണ്. ഹിമാലയൻ ജിയോളജി വൾണറബിൾ ഇതാണ്. ഒരു ടെഡോണിക്സോ നമ്മൾ കെട്ടിടം വയ്ക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ എൻ്റെ പാഠം പഠിച്ച് ഞാൻ പറയാം. ഡിസാസ്റ്റേഴ്സ് ഡോണ്ട് കിൽ പീപ്പിൾ, ബട്ട് ഡിസാസ്റ്റേഴ്സ് പെർ സെ ഡോണ്ട് കിൽ പീപ്പിൾ, ബട്ട് ബിൽഡിങ്സ് ഡൂ എന്ന് പറയും. കെട്ടിടങ്ങൾ കുടുങ്ങിയാണ് ആളുകൾ മരിക്കുന്നത്, കെട്ടിടങ്ങൾ തലയിൽ വീണാണ് ആളുകൾ മരിക്കുന്നത്. അത് നമ്മൾ പഠിക്കാത്ത കാര്യമാണ്. അത് ഡിസാസ്റ്ററിൻ്റെ ഒരു ഭാഗം. ഞാൻ പറഞ്ഞു വന്ന് ഞാൻ മുഴുമിപ്പിക്കട്ടെ. വയനാട്ടിൽ ഈ 2018-ലും 2019-ലും 2025-ലും ഉണ്ടായിരുന്ന വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞു നമ്മൾ ഉൾപ്പെടുന്നൊരു സമൂഹമാണ്. കാരണം നമ്മൾ ഭൂമി, ഞാൻ പറയുന്നത് ദൈവദത്തമാണെന്ന് ഞാൻ കരുതുന്നു. വിശ്വാസമില്ലാത്ത ഞാൻ പറയുന്ന അതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ മനുഷ്യന് അവകാശമില്ല എന്ന് കരുതുന്നു. അവിടെ എന്താ സംഭവിച്ചതെന്നറിയാം? ഈ ചൂരൽമലയിലും നേരത്തെ ഉണ്ടായ പുത്തുമലയിലും ഒക്കെ കവളപ്പാറയിലും കോഴിക്കോട്ടുള്ള കവളപ്പാറയിലൊക്കെ സംഭവിച്ചു. ഇതിന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുപാട് ക്വാറികളുണ്ട്. ക്വാറികൾ ഉണ്ടാക്കുന്ന പ്രകമ്പനത്തെപ്പറ്റി ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. നമ്മുടെ ഭൂമി ദുർബലമാണ്. പ്രത്യേകിച്ച് വയനാടിൻ്റെ ഫ്രജൈൽ ജിയോളജിക്കൽ പ്രൊഫൈൽ ഈസ് വെരി വെരി ഫ്രജൈൽ. നമ്മൾ മനസ്സിലാക്കാത്തതാണ്. നമ്മുടെ തിരുവനന്തപുരത്തെയോ അല്ലെങ്കിൽ കൊല്ലത്തെയോ കൊട്ടാരക്കരയിലെ പ്രൊഫൈലല്ല വയനാടുള്ളത്. വയനാട് ഒരു ഹിമാലയൻ ജിയോളജിയുമായിട്ട് ഉള്ള തുല്യമായിട്ടുള്ള ഒരു വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ജിയോളജിക്കൽ പ്രൊഫൈലാണ്. അവിടെയാണ് നമ്മളതൊക്കെ മറന്ന് കെട്ടിടങ്ങൾ വയ്ക്കുകയും ക്വാറികൾ ഉണ്ടാക്കുകയും അനധികൃതമായിട്ടുള്ള ക്വാറികൾ നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന വല്ലാത്തൊരു അതുണ്ടാക്കുന്ന പ്രകമ്പനം, എൻ്റെ സുഹൃത്തുക്കളെ, ഒരു ജനതയെ മൊത്തം തുടച്ചു മാറ്റുന്ന പ്രകമ്പനമായി മാറി. അവിടെ ഉണ്ടായത് ലാൻഡ് സ്ലൈഡല്ല. ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ പറഞ്ഞു, ലാൻഡ് സ്ലൈഡല്ല. എൻ്റെ പ്രായമുള്ളവർക്ക് ഓർമ്മയുള്ളൊരു ദൃശ്യമുണ്ട്. 1991-ലാണെന്ന് തോന്നുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഏറ്റവും വലിയ കെട്ടിടമായിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്ലെയിൻ, ഒരു ഭീകരാക്രമണത്തിൻ്റെ പ്ലെയിൻ ആ ഒരു കെട്ടിടത്തിലേക്ക് കയറുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം അപ്പുറത്തോട് തകർന്ന് വീഴും. നമ്മളെ കണ്ട കാഴ്ചയാണ്. ഒരു ഫ്ലൈറ്റ്, ഒരു ചെറിയ പ്ലെയിൻ, ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഒരു മുകൾ ഭാഗത്തായിട്ട് കയറുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തോ അപ്പുറത്തോട് വീഴുന്നു. ഇതാണ് നമ്മൾ കണ്ട കാഴ്ച. നമ്മൾ കാത്തിരിക്കുകയാണ്. ഒന്നും സംഭവിച്ചില്ല.
5 മിനിറ്റ് 10 മിനിറ്റ് വിസോ സ്മോക്ക് ബെല്ലോയിങ് ഔട്ട്. ആ കെട്ടിടത്തിൽ ഇന്ന് ഒരുപാട് പുക പോകുന്നുണ്ട്, ഒന്നും സംഭവിച്ചില്ല. 17-ാം മിനിറ്റിൽ നമ്മുടെ ഇവിടെ മരടിലുണ്ടായതുപോലെ ചീട്ട് കൊട്ടാരം പോലെ കെട്ടിടം തകർന്ന് വീഴുകയാണ്. ഇത് എന്താണ് സംഭവിക്കുന്നത്? ആ കെട്ടിടത്തിൽ കയറി 78-ാം നിലയിൽ കയറി കുറേ കോളം ബീമും തകർത്തു, റൂഫും തകർത്തു. അത് 77-ാമത്തെ ലെവലിലേക്ക് ഈ ഭാരമെല്ലാം വന്നു. 77-ൽ നിന്ന് 76-ാം ലെവലിലേക്ക് ഭാരം വന്നു. അവസാനം ഒരു പോയിൻ്റ് ഓഫ് ടോളറൻസ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കെട്ടിടം മൊത്തം പപ്പടമായിട്ട് മാറി. വയനാട് സംഭവിക്കുന്നത്, ഈ ഭൂമിക്ക് പ്രകമ്പനം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പാറയുടെ ഇടയിലുള്ള വിള്ളലുകളിലൂടെ ഈ ജലമിറങ്ങും. അതിവർഷത്തിൻ്റെ കാലത്ത് നല്ല ക്വാണ്ടിറ്റിയിൽ വെള്ളം ഇറങ്ങും. നമുക്ക് കാണാത്ത ഭൂമിക്കടിയിൽ വലിയ തടാകങ്ങളുണ്ട്. വയനാടിൽ കാണാത്ത ഭൂമിയുടെ അടിയിൽ വലിയ തടാകങ്ങളുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ അവിടെ വയനാടിന് വേണ്ടി യോജിക്കാത്ത റബ്ബർ പോലത്തെ മരങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങനത്തെ ഒരു ലാബ്രിൻത്, ഒരു റൂട്ടിംഗ് സിസ്റ്റമേ ഒക്കെ ഉള്ളൂ. അതിന് പകരം റബ്ബർ പോലത്തെ മരങ്ങൾ വെക്കും. ഓരോ കുഴിയും ഓരോ അപകടത്തിലേക്കുള്ള, ഈ കുഴിയിൽ കൂടാണ് ഇങ്ങനെ വെള്ളം വിൽ ഫൈൻഡ് ഇറ്റ്സ് വേ. അത് ഗർത്തം താഴെ ഇറങ്ങി വലിയ തടാകങ്ങളുണ്ട്. ഞാനത് നേരിൽ കണ്ട കഴിഞ്ഞു. 2018 മലയാള മനോരമയുടെ പ്രതിനിധി സംഘമായിട്ട് ഞാനിത് അകത്തേക്ക് ഉൾക്കാട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരറ്റം വന്നപ്പോഴത്തേക്ക് പിന്നെ ഭൂമിയില്ല. നമ്മൾ ഹോളിവുഡിൻ്റെ ഒരു ഇതില്ലേ അഡ്വഞ്ചർ റൈഡിൽ ഇങ്ങനെ ഒരു റാഫ്റ്റിൽ കയറിയിട്ട് ഒരു നിമിഷം എത്തുമ്പോൾ അങ്ങനെ താഴെ ഒരു 30 അടി താഴെ നമ്മൾ വെള്ളമാണ് കാണുന്നത്. പെട്ടെന്ന് ഞെട്ടിപ്പോകും. കാരണം നിവൃത്തിയില്ല. നമ്മൾ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് റാഫ്റ്റിൽ അങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് ടകയിന് 30 അടി താഴോട്ട്, 30-40 അടി താഴോട്ടങ്ങ് വീഴുകയാണ്. ഹോളിവുഡിലുള്ള വിനോദ കാഴ്ചകളാണ്. അതേപോലത്തെ ഭൂമികളിലൊക്കെ ഉള്ളതാണ്. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പ്രത്യേകിച്ച് ടെക്നോളജിയുടെ കാര്യത്തിലും ഈ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഭൂമിയേക്കുള്ള പോവാണ്. ഞാനെന്നും പറയുന്നത്, എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സാമൂഹ്യ കാലാവസ്ഥയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സസ്റ്റൈനബിലിറ്റി, സന്തുലിതാവസ്ഥ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു നിർമ്മാണ രീതി നമുക്ക് ഉണ്ടാക്കിയേ തീരുള്ളൂ. അതിന് എന്താണ് ആവശ്യം? നമ്മൾ വെളിയിലേക്ക് പോകേണ്ട, ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലേക്ക് നോക്കേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ അത്രയും കനകഗർഭയായ മണ്ണ്, കേരളത്തിൻ്റെ അത്രയും അതുല്യ സ്വഭാവങ്ങളുള്ള, ഉറപ്പിൻ്റെയും അതിൻ്റെ ഈടിൻ്റെയും കാര്യത്തിൽ, ഈടിൻ്റെയും ബോത്ത് ഡ്യൂറബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി ബിൽഡിംഗ്, അത് രണ്ടിനും ഉകന്ന രീതിയിലുള്ള നിർമ്മാണ വസ്തുക്കളുടെ അനർഹമായിട്ടുള്ള ഒരു നിധിയാണ് കേരളം. ആ ഒരു നിധി കേരളത്തിലിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് മറ്റുള്ള കാര്യങ്ങൾ പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കനകഗർഭയായ മണ്ണാണ്. ലോക്കൽ ഷുഡ് ബി ദി മന്ത്ര. ലോക്കൽ ടെക്നോളജീസ്, ലോക്കൽ കേപ്പബിലിറ്റീസ് ആൻഡ് ലോക്കൽ ആർക്കിടെക്ചർ, ഇത് മൂന്നും കൂടെ ചേർക്കുന്ന ഒരു പാരഡൈം, ഒരു ലോകം, ഒരു പുതുലോകം നമുക്ക് സൃഷ്ടിക്കാൻ ഒക്കുമെന്നാണ് ഞാൻ ചെറുപ്പക്കാരോട് ഇന്ന്, പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾക്ക് ആദരിക്കുന്ന നിങ്ങളോടെല്ലാം എനിക്കുള്ള ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഇതേ ഉള്ളൂ. നിങ്ങളൊരിക്കലും ചില കാര്യങ്ങളിൽ ഒത്തുതീർപ്പുകൾക്ക് വശമാകരുത്. കാരണം നമുക്ക് നാടിന് വിനാശകരമായിട്ടുള്ള, നമ്മുടെ സ്വന്തം കാര്യമല്ല, നാടിന് വിനാശകരമായിട്ടുള്ള പല കാര്യങ്ങളും ഉപയോഗിക്കില്ല എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുക്കണം. ഭൂമിയെ വികലപ്പെടുത്തിയുള്ള കെട്ടിടങ്ങൾ ചെയ്യാനൊക്കില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുക്കണം. നമുക്ക് രണ്ട് കാര്യങ്ങൾ, നമുക്ക് ഒത്തുതീർപ്പുകൾക്ക് ഇനിയും വഴിയില്ല. അതാണ് ഒന്ന് സ്റ്റീലും സിമെൻറ്റും. ഈ സ്റ്റീലും സിമെൻറ്റും ഇപ്പോഴും 100 വർഷം കഴിഞ്ഞിട്ട്, ഞാൻ സിവിൽ എഞ്ചിനീയർമാരോട് പറയാണ്, 100 വർഷം കഴിഞ്ഞിട്ട് അതിനൊരു ഓൾട്ടർനേറ്റ് മെറ്റീരിയൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ കംപ്രഷൻ എടുക്കണമെങ്കിൽ, ടെൻഷൻ എടുക്കണമെങ്കിലൊക്കെ ഇത്തരം നിർമ്മാണ വസ്തുക്കളേ ഉള്ളൂ. ബോത്ത് ഓഫ് ദ മാറ്റർ ഈറ്റിംഗ് എനർജി, അവിടെ മോസ്റ്റ് എനർജി ഇൻറ്റൻസീവ് മാനുഫാക്ചറിങ് പ്രോസസ്സുകളാണ് രണ്ട് മെറ്റീരിയൽ. അതുകൊണ്ട് എന്നെപ്പോലുള്ള ആൾക്കാർ, സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കൊക്കെ വീട് വയ്ക്കുന്ന ആൾക്കാർ, ഞങ്ങൾ കഴിയുന്ന സ്റ്റീൽ കുറച്ച്, കഴിയുന്ന ഓപ്റ്റിമൽ യൂസ് ഓഫ് സ്റ്റീൽ ആൻഡ് സിമെൻറ്റ് വെച്ചിട്ട് കെട്ടിടം വയ്ക്കുന്ന ആൾക്കാരാണ്. അത് അഭിമാനപൂർവ്വമാണ് പറയുന്നത്. ഞാൻ ഒരു വഴി കാണിച്ച് മുൻപോട്ട് പോകുന്നേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ളവരാണ് വഴി കൂടുതൽ ശോഭനമാക്കേണ്ടത്, ദീപ്തമാക്കേണ്ടതും. ഇന്നത്തെ കിട്ടുന്ന ആദരവ്, ഈ ഇൻഡിവുഡിൻ്റെ ഒരു പുരസ്കാരം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തരുവാനായിട്ട് സോഹൻ റോയും ടീമും തീർച്ചയായും സാധിച്ചിരുന്നു എന്ന് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എനിക്ക് പത്മശ്രീ കിട്ടുന്നതിനൊക്കെ വളരെ മുമ്പ്, എനിക്കൊന്ന് 16, 17, 18 വർഷമൊക്കെ ആയി കാണുന്നത് എനിക്കൊന്ന്, ഹൈദരാബാദിൽ വെച്ചിട്ട് ചടങ്ങിൽ വെച്ചിട്ട് ആദരിക്കുന്ന ഒരു ചടങ്ങിലൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന, നിങ്ങൾ കൂടുതൽ സേവന വ്യഗ്രതയിലേക്ക് നയിക്കുവാനായിട്ട് കഴിയണം. ഒരു പുരസ്കാരം, എനിക്ക് പത്മശ്രീ കിട്ടുവാനായിട്ട്, ഞാൻ പത്മശ്രീ വാങ്ങിക്കാണ്ട് രാഷ്ട്രപതി ഭവൻ്റെ പടവുകൾ കയറി നടന്ന് പാലിച്ചു. ഞാൻ ഈ തിരുവല്ലയിൽ ജീവിച്ച്
തിരുവനന്തപുരത്ത് ചേക്കേറിയ ഈ മനുഷ്യൻ 10,000-കണക്കിന് ആർക്കിടെക്റ്റുള്ള ഒരു രാജ്യത്ത് എന്നെ ആദ്യമായിട്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ആർക്കിടെക്റ്റ് ഒരു പത്മ പുരസ്കാരത്തിന് ഈ തിരുവനന്തപുരത്ത് കിടക്കുന്ന എന്നെ, സാധാരണക്കാരൻ എന്നെ അതിന് തിരഞ്ഞെടുക്കുക ആലോചിച്ചു. ഞാൻ എപ്പോഴും നിങ്ങളോടെല്ലാം ഒരു കാര്യം പറയാം, പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം. പുരസ്കാരം നമ്മുടെ ഈ നീളമുള്ള ഈ യാത്രയിൽ കിട്ടുന്ന പൊതിച്ചോറുകളാണ്. ഈ പൊതിച്ചോറും തണലും നമുക്ക് പ്രധാനമാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ചെയ്യുന്ന കെട്ടിടം നല്ലതാണെന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നത് തീർച്ചയായിട്ടും വലിയൊരു അംഗീകാരമാണ്. നല്ല വാക്കുകൾ, ഞാൻ കടമനിട്ട രാമകൃഷ്ണൻ്റെ വാക്കുകളെ പോലെ എപ്പോഴും ആലോചിക്കും. കസ്തൂരി പോലെ മണക്കെട്ട് നിൻ്റെ വാക്കുകളെന്ന് പറയുന്ന പോലെ ഈ പുരസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സുഗന്ധപൂരിതമാക്കണം. നിങ്ങൾക്കത് ആവശ്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ തളരുകയും ഒരുപക്ഷെ കിതയ്ക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം പുരസ്കാരങ്ങൾ നിങ്ങൾക്ക് ഊർജ്ജം തരുന്നത് മാത്രമല്ല, വഴികാട്ടിയാവുകയും ചെയ്യും. ഈ പുരസ്കാരം ലഭ്യം അങ്ങനെ നിങ്ങളെ കൂടുതൽ ജാഗ്രതയിലാക്കി, കൂടുതൽ നമ്മൾ ചെയ്യുന്ന ജോലി കൂടുതൽ വൃത്തിയായിട്ട് ശുദ്ധിയോടെ കുറച്ചുകൂടി ജനങ്ങളുമായിട്ട് ഇഴചേരുന്ന രീതിയിൽ. ഞാനെപ്പോഴും ഡിസൈൻ ചെയ്യേണ്ട എപ്പോഴും ഒരു ഫിസിക്കൽ റിക്വയർമെൻറ്റ് വെച്ചിട്ടല്ല, ഒരാളുടെ അഭയസ്ഥാനമാണ് ഒരു വീട് എന്ന് പറയുന്നത്. ഒരു കെട്ടിടം എന്ന് പറയുന്നത് വർക്ക് പ്ലേസസുള്ള അഭയസ്ഥാനമാണ്. അതെപ്പോഴും ഒരു അമ്മയുടെ മടിത്തട്ട് തരുന്ന ഒരു സാന്ത്വനവും സ്നേഹവും കരുതലും ജാഗ്രതയും. ഒരു അമ്മയുടെ മടിത്തട്ട്, നമ്മുടെ അമ്മയുടെ മടിത്തട്ടല്ല, ഏത് കുറ്റം ചെയ്ത് നമുക്ക് ചെന്ന് അണയാൻ പറ്റുന്ന അമ്മയുടെ അമ്മ എല്ലാം ക്ഷമിക്കും. അതേപോലെ സ്നേഹഭരിതമായിട്ടുള്ള അങ്ങനെ അമ്മയുടെ മടിത്തട്ട് പോലെ നിങ്ങൾക്ക് വീടുകൾ ചെയ്യാൻ ഒക്കുമോ? അങ്ങനെ സ്നേഹത്തിൽ വീട് ചെയ്യാൻ ഒക്കുമോ? ഈ സിമെൻറ്റിലും കല്ലിലുമല്ല, സ്നേഹത്തിലും വിശ്വാസത്തിലും വീട് ചെയ്യാൻ ഒക്കുമോ? മൂല്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിനകത്ത് കാത്തു സൂക്ഷിക്കാൻ ഒക്കുമോ? അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്, വിജയത്തിലേക്കുള്ള ദൂരം ഒരു പക്ഷേ ദൂരെയായിരിക്കും. സക്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ദൂരെയുള്ള സ്വപ്നമായിരിക്കും. പാവലോ കോയിലോ പറഞ്ഞ പ്രസിദ്ധമായ വാക്കുണ്ട്, നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ഡ്രീം. ഇഫ് യു ഹാവ് എ ഡ്രീം, ദി വേൾഡ് വിൽ കം ടുഗദർ. ലോകം എല്ലാം ഒന്നിച്ചു വരും. നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടായിരിക്കുകയാണ് പ്രധാനം. ആ സ്വപ്നം ഉണ്ടായെങ്കിൽ ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയുകയാണ്, അത് സാക്ഷാത്കരിക്കപ്പെട്ടേ തീരുള്ളൂ. ഒരു സ്വപ്നമുണ്ടെങ്കിൽ അതിൻ്റെ നേർസാക്ഷിയാണ് ശ്രീ സോഹൻ റോയ്. സോഹൻ റോയ് എനിക്ക് പണ്ടേ അറിയാം. ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് സാക്ഷാത്കരിക്കപ്പെട്ടേ തീരുള്ളൂ. വഴി ദുർഘടമായിരിക്കാം, ദീർഘമായിരിക്കാം, പക്ഷേ സ്വപ്നമുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഹാപ്പൻ. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഇഫ് യു ഹാവ് എ ഡ്രീം, ദ വേൾഡ് വിൽ കം ടുഗദർ ടു റിയലൈസ് ഇറ്റ് ഫോർ യു എന്ന് പറയുന്ന പൗലോ കോയിലോയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. അത് പ്രവാചക ശബ്ദത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നു, ഈ ആശങ്കകൾ, ചെറിയ ചെറിയ ഇടർച്ചകൾ, പതർച്ചകൾ, അത് താൽക്കാലികമാണ് സുഹൃത്തുക്കളെ. കൺസ്ട്രക്ഷൻ സെക്ടർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നതെന്ന് എനിക്കറിയാം. ഈ ഇടർച്ചകളും പതർച്ചകളും ഒക്കെ താൽക്കാലികമാണ്. നിങ്ങൾ അതിജീവിക്കും. അതിജീവനത്തിന് വേണ്ടിയാണ് നമുക്കിത് തരുന്നത്. അതിന് തരുന്ന ഒരു വരദാനമായിട്ട് ഇൻഡിവുഡിൻ്റെ അവാർഡുകൾ, ആദരവ് നിങ്ങൾ ഏറ്റുവാങ്ങിക്കണം. നിങ്ങൾക്കത് കൂടുതൽ ഊർജ്ജം തരട്ടെ. നിങ്ങൾ വെളിച്ചമാവട്ടെ നിങ്ങളുടെ കെട്ടിടം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ്റെ മനസ്സിനകത്ത് ഒരു ചിരി അവശേഷിപ്പിച്ചിട്ട് വേണം നിങ്ങൾ മാറ്റുവാനായിട്ട്. അതിന് കാശുമായിട്ട് ബന്ധമില്ല. നിങ്ങളെ അടുത്ത വർക്കിന് വിളിക്കുവാനുള്ള വിശ്വാസം ഉണ്ടാക്കണം. അങ്ങനെയാണ് ഒരാളിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി. ആ 1-നും 0-നും ദൂരം ദീർഘമാണെന്നും അത് നടന്ന് തീർത്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോടത് പറയാമല്ലോ. 1-നും 0-നും ദൂരം അതിദീർഘമാണെന്നും, ബിറ്റ്വീൻ 1 and 0 ദർസ് ഇൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ നീഷയുടെ വാക്കുകൾ ഓർക്കാണ്. അത് അതിദീർഘമാണെന്നും അത് നടന്നു തീരുവാനുള്ള ഊർജ്ജം എനിക്കുണ്ടായത് ഈ ഒരൊറ്റ ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണെന്നും എനിക്ക് വളരെ സന്തോഷകരമായിട്ട് പറയാം. എൻ്റെ കൈയും കാലുമൊക്കെ ഈ കൺസ്ട്രക്ഷൻ സെക്ടറിലെ ആളുകൾ അടിച്ചോടിച്ചാണ് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും. ഐ ലിറ്ററലി സസ്റ്റെയിൻ ദിസ് മൂവ്മെൻറ്റ് ത്രൂ മൈ ബ്ലഡ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ രക്തത്തിൽ ചവിട്ടി നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ശോഭനമായ ഭാവി ഉണ്ടാവും. ഒറ്റ കാര്യം മാത്രം, നിശ്ചയദാർഢ്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി ഇന്ത്യക്ക് വേണ്ട സൊല്യൂഷൻസ്, ജനങ്ങൾക്ക് വേണ്ട സൊല്യൂഷൻസ്, കോസ്റ്റ് എഫിഷ്യൻസി, ഇക്കോ സെൻസിറ്റിവിറ്റി, എനർജി എഫിഷ്യൻസി, ഇതൊക്കെ മനഃപ്പാടമായിട്ട് വെക്കണം. ഈ മന്ത്രങ്ങളിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കോസ്റ്റ് എഫിഷ്യൻസി, ഇക്കോ സെൻസിറ്റിവിറ്റി ആൻഡ് എനർജി എഫിഷ്യൻസി ആൻഡ് വാല്യൂ ബേസ്ഡ് ആർക്കിടെക്ചർ ബേസ്ഡ് ഓൺ ഓണസ്റ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും വരട്ടെ. ഞാൻ ഭഗവത്ഗീതയിലെ അവസാനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കർമ്മണ്യേ വാധികാരസ്ഥേ മാ ഫലേഷു കഥാചര എന്നാണ്. ഈ പുരസ്കാരം കിട്ടുമ്പോഴും നിങ്ങൾ ഏറ്റവും നിറഞ്ഞ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ആലോചിക്കണം, ദീർഘമായ യാത്രയാണ്. കർമ്മം ചെയ്യുന്നത് ഒരിക്കലും ഒരു ആക്ഷൻ ഈസ് ദൈ ഡ്യൂട്ടി, ഫ്രൂട്ട് ഈസ് നോട്ട് ദൈ കടത്താണ്. അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് നയിക്കാനല്ല. നിങ്ങൾ ദീർഘമായിട്ട് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആർക്കിടെക്ചറിന് പ്രശ്നമുണ്ട്. നമുക്ക് ബാക്കി എല്ലാവരും നീളവും വീതിയും കാണുന്ന 2 ഡയമെൻഷനിൽ ഇതിനെ ഞാനൊരു 3 ഡയമെൻഷണൽ റിയാലിറ്റി ആയിട്ടാണ്
വിർച്വൽ റിയാലിറ്റി മനസ്സിനകത്ത് അതാണ് അങ്ങനെയാണ് ഞങ്ങൾ ആർക്കിടെക്ചർ പഠിപ്പിക്കുന്നത്. ടു കൺവേർട്ട് 2 dimensional ദിസ് തിങ് ഇൻറ്റു 3 dimensional എൻറ്റിറ്റീസ്. അതാണ് ആർക്കിടെക്റ്റിൻ്റെ ഒരു വരദാനം എന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ ഞാൻ കുട്ടിയായിരുന്ന കാലത്താണ് മോർവി ഡാം, ഗുജറാത്തിലെ മോർവി ഡാം പൊട്ടിത്തകരുന്നത്. മോർവി ഡാം ഇങ്ങനെ പൊട്ടിത്തകർന്ന് വെള്ളം താഴോട്ട് ഒഴുകുകയും ജനപദങ്ങൾ ഒഴുകിപ്പോകുന്നതും എൻ്റെ അന്ന് നമുക്ക് ഉള്ള മീഡിയയിൽ കൂടെ ടി വിയിൽ കൂടെയൊക്കെ കണ്ട കാഴ്ചകളാണ്. ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറയാം, ഒരുപക്ഷെ സോഹൻ റോയ്ക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യം പറയാം. ഞാനൊരു ആൻറ്റി ഡാം ആക്ടിവിസ്റ്റാണ്. അതിന് കാരണമുണ്ട്. വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അപകടമാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്ക് തടയുന്നത് എപ്പോഴും വിനാശകരവും അപകടകരവും. അതാണ് നമ്മുടെ ഇവിടെ ചാലക്കുടിയിൽ നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ കണ്ടൊരു കാഴ്ചയുണ്ട്. വെള്ളം മാറി ഒഴുകി. നമുക്ക് എപ്പോഴും നെതർലാൻഡ്സ് പോലത്തുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, വെള്ളത്തിന് പരന്നൊഴുകാനായിട്ട് ഇടങ്ങളെപ്പോഴും ബാക്കി വയ്ക്കണം. അതിനാണ് നമ്മൾ കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു പുഴയുടെ അറ്റത്ത് ഇത്രയും ദൂരം മാറ്റിവെച്ച് കെട്ടിട നിർമ്മാണം ചെയ്യാവൂ എന്ന് പറയുന്നത് പരന്നൊഴുകാനായിട്ടുള്ള ഒരു സ്ഥലം കൂടെ ബാക്കി വയ്ക്കാനായിട്ടാണ്. ഞാൻ ഡാം 999 എന്ന സിനിമ എൻ്റെ കയ്യിലുള്ള, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാത്തൊരു വീഡിയോ കാസറ്റ്, എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ഏക വീഡിയോ കാസറ്റ് ശ്രീ സോഹൻ റോയുടെ ഡാം 999 എന്നുള്ള ആ സിനിമയിലാണ്. അത് അന്ന് ഒരു പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിഹ്വലതയോടെയാണ് ആ സിനിമ കണ്ടത്. ഞാൻ ഓർത്തെടുക്കുന്നത് ചിലർക്ക് മാത്രമേ പ്രവാചകനാവാൻ കഴിയുകയുള്ളൂ. ശ്രീ സോഹൻ റോയുടെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസിനെ പറ്റി എനിക്ക് നേരിൽ ഉള്ള അങ്ങനെ ബോധ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാനിപ്പോൾ കണ്ടപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ വിസ്മയഭരിതൻ എന്നുള്ളതല്ല വാക്ക് സന്തോഷഭരിതനായി എന്നുള്ളതാണ്. ഇങ്ങനൊരാൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടല്ലോ, ഇങ്ങനെ സ്വപ്നം കാണുന്ന ഒരാൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടല്ലോ, ആത്യന്തികമായിട്ട് നമ്മുടെ നാടിനെയും നമ്മുടെ ജനതയെയും നാട്ടുകാരെയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്ന ഒരാളുണ്ടല്ലോ എന്നാണ് എനിക്ക് സന്തോഷം. എന്നോട് പറഞ്ഞ ചോദ്യത്തിനല്ല ഞാൻ ഉത്തരം പറയുന്നതെന്നറിയാം. നമുക്ക് ഈ ഇടറുന്ന ഈ കാലഘട്ടത്തിൽ ആത്മവിശ്വാസത്തോടെ എങ്ങോട്ട് മുൻപോട്ട് നടക്കാനായിട്ടുള്ള 2 വഴികളേ ഉള്ളൂ. കോവിഡ് കാലഘട്ടം നമ്മളെ അത് പഠിപ്പിച്ചതാണ്. only through innovation and creativity we can overcome this crisis. വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ചരിക്കുക. ഞാൻ എപ്പോഴും വിസ്മയത്തോടെ എൻ്റെ കാര്യം ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ സാധാരണ കഴിവുള്ള ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ മാത്രം പഠിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ വളരെ കൊച്ചിലെ തന്നെ ഞാൻ മാറി ചിന്തിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ പറയുന്നത് ശരിയല്ലെങ്കിലും ഇല്ലായ്മയുടെയും വറുതിയുടെയും വക്കിൽ നിൽക്കുമ്പോഴും എനിക്ക് വലിയ കമേഴ്ഷ്യൽ പ്രോജക്റ്റുകൾ പഠിച്ച് പാസ്സായി ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത, ഒരുപക്ഷെ ആർക്കിടെക്ചറിൽ ഇന്ത്യയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള അക്കാദമിക് യോഗ്യതയിൽ കിട്ടിയത് എനിക്ക് തന്നെയാണ് ആദ്യം, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണമുണ്ട്. highest technical qualifications blended with social aspirations, they make the best of men and women വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ നയിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ബർമിംഗ്ഹാം സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ നിന്ന് എൻ്റെ ബിരുദം സാധാരണ ഇതിൽ നിന്ന് പോയി ഇംഗ്ലണ്ടിൽ ഒരു സ്കോളർഷിപ്പ് വന്ന് പോയി പഠിച്ച് 1ാം റാങ്കോടുകൂടി പാസ്സാവുന്ന ആ കാലഘട്ടത്തിൽ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ പ്രൊഫസർ ഒരു ബ്രിട്ടീഷ് അറബായിരുന്നു. മോഹ്സൻ അബുറ്റൊറാബി എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. സാറ് എന്നോട് തൊട്ടടുത്തല്ല 100 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റൊരു പ്രഖ്യാതമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിൽ ഓൺ ടൈൻ എന്ന് പറഞ്ഞിട്ട്. ടൈൻ എന്ന് പറയുന്ന റിവറാണ്, ന്യൂ കാസിൽ ഓൺ ടൈൻ എന്നാണ് നഗരത്തിൻ്റെ പേര്, യൂണിവേഴ്സിറ്റി പേരും അതാണ്. അവിടെ ഒരു പ്രൊഫസർ, അന്ന് ടെലിഫോണുണ്ട്, മൊബൈൽ ഫോണില്ല, പേജറൊന്നും ഇല്ലാത്ത പണ്ടത്തെ ഒരു കാലഘട്ടം, എത്രയോ 3.5-4 ദശാബ്ദങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം. അന്ന് വണ്ടിയിൽ ഓടിച്ച് വരികയാണ്, എന്നെ വന്ന് കാണുകയാണ്. ഞാൻ ബർമിംഗ്ഹാം താമസിക്കുന്ന സ്ഥലത്ത് വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങണം. വെറും 23 വയസ്സുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ആ 23 വയസ്സിൽ എന്നോട് പറഞ്ഞു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കണം. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളമൊഴിക്കാത്ത പാല് കുടിക്കുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്.
നമ്മുടെ കിട്ടുന്ന പാലിലല്ല വെള്ളമല്ലേ. അതുപോലെ പച്ച ആപ്പിള്, കറുമുറക്കടിക്കുന്ന ആപ്പിൾ ആദ്യമായിട്ട് കാണുന്നത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. ഇംഗ്ലണ്ടിൽ യഥാർത്ഥ ജീവിതത്തിന് അല്ലലുകളൊന്നുമില്ല. പക്ഷെ അങ്ങനല്ലല്ലോ എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊഫസർ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങണം. നിങ്ങൾക്ക് അന്ന് എനിക്ക് സ്വപ്നം കാണാനൊക്കാത്ത തുക തരാം, ശമ്പളം തരാം, അൺലിമിറ്റഡ് ഫ്രീഡം തരാം, സ്വാതന്ത്ര്യം തരാം. പക്ഷെ ഒരു കാര്യം, ഒരു വർഷത്തിനകം ഹൗസിംഗ് ഫോർ തേർഡ് വേൾഡ് കൺട്രീസ് എന്നുള്ളൊരു പ്രത്യേക വിഷയത്തിൽ ഒരു സിലബസ് ഉണ്ടാക്കി, ഒരു കോഴ്സ് ഉണ്ടാക്കി, കോഴ്സിൻ്റെ കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊഫസറായിട്ട് തീർക്കണം എന്നുള്ളൊരു വലിയൊരിതാണ്. എനിക്ക് ചോദിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ അമ്മ. അച്ഛനില്ലാതെ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ എനിക്ക് സ്വപ്നം കാണാത്ത. അമ്മ പറഞ്ഞു, ദിസ് മാജിക്കൽ മൊമെൻറ്റ് ദാറ്റ് ഹാസ് ഹാപ്പൻ. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചൊരു മാന്ത്രിക നിമിഷമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഒന്നും ആലോചിക്കേണ്ട, ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. ശങ്കര മോൻ ആ വഴി കൂടെ കിട്ടിയ ഒരു ഭാഗ്യമാണ് മോനെ. അമ്മയ്ക്ക് ഈ ഭാഗ്യം മോനെ തരാനൊക്കില്ല. അതുകൊണ്ട് മോൻ ഈ വഴി കൂടെ നടന്നു പോവുക, ദൈവം തന്നൊരനുസരിച്ച്. യഥാർത്ഥത്തിൽ ഞാൻ ആപ്പട് കൺഫ്യൂസ്ഡായി. അമ്മ പറയുന്നു മോനി വഴി കൂടെ. എനിക്കൊരു പക്ഷേ സൗഭാഗ്യത്തിൻ്റെ, കാശിൻ്റെ, സമ്പന്നതയുടെ, ഞാൻ പറയുന്ന വാക്കിൽ മാത്രം പറയാവുന്ന ഒരു മേഖലയിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അന്നും ഇന്നും ഞാൻ നിങ്ങളോട് സാക്ഷ്യം പറയുകയാണ്. അന്നും ഇന്നും ഞാൻ വിചാരിക്കുന്നത്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയൊരു കവിതയുണ്ട്, ഇന്ത്യയിൽ, ഭാരതത്തിൽ ജനിക്കുന്നതും ജീവിക്കുന്നതും ഇവിടെ മരിക്കുന്നതും സുഹൃതം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ നടന്ന് വലിയ സമ്പന്നത, പക്ഷേ ഇന്ത്യയിൽ ജനിക്കുന്നതും ഇന്ത്യയിൽ ജീവിക്കുന്നതും ഇന്ത്യയിൽ മരിക്കുന്നതും സുഹൃതം ചെയ്ത ആൾക്കാർക്കാണ്. ഞാൻ ഏരീസിൻ്റെ കരിയർ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കാണുകയായിരുന്നു. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് നമ്മുടെ കാശ് മറ്റു രാജ്യങ്ങളിലേക്ക് പോവാതെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ദൈവതുല്യമായിട്ടുള്ള പ്രവൃത്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഭാരതത്തിൽ ഞാൻ അന്ന് വരാനുള്ള കാരണം, ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഇമ്മെൻസ് പ്രോമിസസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഇത്രയും അവസരങ്ങളൊരു രാജ്യം നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഏത് മേഖലയിലും നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നത്. ഞാൻ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഓരോ കുട്ടികൾ വന്നിട്ട്, കുട്ടികളാണ് എൻ്റെ സുഹൃത്തുക്കൾ, ചെറുപ്പക്കാർ വന്നിട്ട് ഞാൻ ഒരു വർഷം 100 കെട്ടം ചെയ്യുന്നു, എനിക്ക് UAE ഓഫീസുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ കുട്ടികൾ സ്വപ്നം കണ്ട് കടലും കടന്ന് അങ്ങനെ പോകുന്നല്ലോ എന്നൊക്കെ ഉള്ളത് എന്നെപ്പോലുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും സന്തോഷവും സംതൃപ്തിയും തരുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നിങ്ങളുടെ സർഗാത്മകത, അങ്ങനെയാണ് ക്രിയേറ്റിവിറ്റി പറയുന്നത്. എല്ലാ ദിവസവും 4 വരി കവിത എഴുതുന്ന ഒരാളാണ് ഇന്ന് നിങ്ങളുടെ ഈ ഈവൻ്റ് മുഴുവൻ ഓർഗനൈസ് ചെയ്ത് 4 വരി കവിത എഴുതും. നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് എനിക്കില്ല, സമൂഹ മാധ്യമത്തിലൊക്കെ വരുന്നൊരിതാണ്. അങ്ങനെ സർഗാത്മകത അതേ നിലനിർത്തുന്നു എന്നാണ്. ഫീസ് കൊടുക്കാതെ പഠിക്കാനുള്ള ഇത്രയും ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം ബാക്കിയത്. നമ്മുടെ നാട് രക്ഷപ്പെട്ടെ. പുനലൂരൊരു സാധാരണ ഇടത്തരം നഗരം മാത്രമാണ്. പുനലൂർ ജനിക്കുന്ന ഒരാൾ ആ മണ്ണിനുള്ള കൂറ് പ്രകടിപ്പിക്കുക എന്നുള്ളത് അത്ഭുതകരമാണ്. എനിക്ക് ഇന്ന് വന്ന് സാധാരണ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും പങ്കെടുക്കാതെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഈ ചടങ്ങിൽ വരുമ്പോൾ അറിയാം അദ്ദേഹം വലിയൊരാളാണെന്നറിയാം, അദ്ദേഹം ഒരുപാട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നറിയാം. അദ്ദേഹത്തിൻ്റെ സർഗാത്മകത എനിക്ക് എപ്പോഴും ബഹുമാനം ഉണ്ടായിട്ടുള്ളൂ. അവരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇത്ര ദൂരം ഞാൻ വരികയും നിങ്ങളോടൊപ്പം ഇത്രയും സമയം പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും സോഹൻ റോയുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലെങ്കിലും എല്ലാ ദുരന്തങ്ങളും ബാക്കി അതിനുള്ള മറുപടി പറയാം. എവറി ഡിസാസ്റ്റർ ഗിവ്സ് എൻ ഇമ്മെൻസ് ഓപ്പർച്യൂണിറ്റി, ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രേറ്റ് ഫോർവേഡ്സ്. ഒരു വാക്കുകളുടെ പരിമിതിക്കപ്പുറമുള്ള ഒട്ടേറെ അവസരങ്ങളുണ്ടാക്കും. ഞാനിത് പറയുന്നതിൻ്റെ 30 വർഷത്തെ ജീവിത സാക്ഷ്യം കൂടെയാണ്. എത്ര ദുരന്ത ഭൂമികളിൽ കൂടി ഇന്ത്യയിൽ എവിടെ ദുരന്തം നടന്നിട്ടുണ്ടോ അവിടെ ഞാനുണ്ടായിരുന്നു. ഗുജറാത്തിൽ, ഒറീസയിൽ, ഉത്തരാഖണ്ഡിൽ, ഉത്തർകാശിയിൽ, മഹാരാഷ്ട്രയിലെ ലത്തൂരിൽ, ആന്ധ്രയിൽ, ഒറീസയിൽ കൊടുങ്കാറ്റ് വീഴ്ചപ്പോഴൊക്കെ ഞാനുണ്ടായിരുന്നു. തായ്ലാൻഡിൽ, ഇന്തോനേഷ്യയിൽ, മാലിദ്വീപിൽ, സുനാമിയുടെ കാലഘട്ടത്തിൽ, ശ്രീലങ്കയിൽ 95,000 വീടാണ് ഞാൻ ചെയ്തത്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സംയോജിത ഒരു ഭവന നിർമ്മാണ പദ്ധതി ഏറ്റെടുത്തത് എൻ്റെ നേതൃത്വത്തിലുള്ളൊരു ടീമായിരുന്നു. 95,000 വീടുകൾ ഇല്ലാത്തവർക്ക് ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട് അതൊക്കെ ചെയ്തത്
മലയാളിയായ ഞാൻ ഈ മലയാളിത്വം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആത്മവിശ്വാസത്തോട് മുൻപോട്ട് പോകാം. എവറി ഡിസാസ്റ്റർ വി ലീവ് എൻ ഓപ്പർച്യൂണിറ്റി. കാണാതെ പോകരുത്, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദിസ് മാജിക്കൽ മൊമെൻറ്റ് എപ്പോഴും ഈ മാന്ത്രിക നിമിഷം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമുക്കറിയാനൊക്കില്ല. അതൊരു തിരഞ്ഞെടുപ്പാണ്. ഞാൻ എൻ്റെ ലോ കോസ്റ്റ് ഹൗസിംഗ് മതി, എൻ്റെ കോസ്റ്റ് എഫിഷ്യൻ്റ് ഹൗസിംഗ് മതി തിരഞ്ഞെടുത്തൊരു കാലമുണ്ട്. ആ ഒരു തീരുമാനം മാത്രമാണ് ശങ്കറിനെ ശങ്കറാക്കിയതെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും എന്നെപ്പോലുള്ളവരുടെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങളുടെ ഓരോരുത്തരുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്ന സോഹൻ റോയിക്കും ഏരീസ് ഗ്രൂപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.